കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ഈ മാസം 31-ന് NH സംരക്ഷണ സമിതി തടസ്സപ്പെട്ട റോഡിലൂടെ ലോങ് മാർച്ച് നടത്തും. ഒരു റിപ്പോർട്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ന്റെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുകയാണ്. മുമ്പ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയ റോഡ് സ്ഥലവും വനഭൂമിയാണെന്ന് കോടതിക്ക് മുന്നിൽ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരക്കെ ആക്ഷേപം. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ വനംവകുപ്പിന് അവകാശമില്ലെന്നും വികസനത്തെ എതിർക്കരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പ് വനംവകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. പാതി വഴിയിൽ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടതോടെ കല്ലും മരവും മണ്ണും റോഡ് വക്കിൽ കൂട്ടിയിട്ട നിലയിലാണ്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. കരാറുകാരൻ യന്ത്രസാമഗ്രികളുമായി ഇവിടം വിട്ട് പോവുകയും ചെയ്തു. ഇടുക്കിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു പറ്റം ആളുകളാണ് ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തിയതെന്ന ആക്ഷേപമുയർന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് 30 മീറ്റർ വീതിയിൽ റോഡ് റവന്യൂ ലാൻഡാണെന്നും അവിടെ ഫോറസ്റ്റ് തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വിധി ഉണ്ടായതാണ്. ഈ റോഡിൽ അനധികൃതമായി പാറ പൊട്ടിക്കുന്നുണ്ടെന്നും മണൽ ഖനനം നടത്തുന്നുണ്ടെന്നും മരം വെട്ടുന്നുണ്ടെന്നും പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുതിയ വിധി സമ്പാദിച്ചിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് മലയോര ജനതയുടെ വലിയ വികസന സ്വപ്നങ്ങളെ തകിടം മറിക്കുന്ന വലിയ രീതിയിൽ തകിടം മറിക്കുന്ന ഒരു വിധിയാണിത്. ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ഹൈവേ ജാഗ്രതാ സമിതിയും ആവശ്യപ്പെട്ടു. ഈ 14.5 കിലോമീറ്റർ നിലവിൽ അത് റവന്യൂ ഭൂമിയാണ്. ഇപ്പോൾ അത് വനഭൂമിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രവണതയാണ്, ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സാമുദായിക സംഘടനകളും രംഗത്തെത്തി. റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇടുക്കി രൂപതയും ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് വനം വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നുള്ളത് വിരോധാഭാസമാണ്. സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വാദിക്കുന്നത് വനം വകുപ്പിന് വേണ്ടി തന്നെയായിരിക്കണം. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള പ്രദേശം വനഭൂമിയാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ്. പ്രതിഷേധ സൂചകമായി ഈ മാസം 31-ന് NH സംരക്ഷണ സമിതി വാളറയിൽ നിന്ന് നേര്യമംഗലത്തേക്ക് ലോങ് മാർച്ച് നടത്തും. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.